നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. അവന്റെ നീലക്കണ്ണുകളുടെ നോട്ടം അവളുടെ മിഴികളുമായി കൊരുത്തതും പെണ്ണിന്റെ കണ്ണുകൾ പിടക്കാൻ തുടങ്ങി. താൻ അടുത്ത് വരുമ്പോൾ മാത്രം ഇങ്ങനെ വിറക്കുന്ന അവളുടെ ആ കുഞ്ഞു ശരീരത്തെ അവൻ മറിഞ്ഞു. എന്നോടുള്ള ദേഷ്യം നീ ഭക്ഷണത്തോട് കാണിക്കണ്ട. മോളുടെ കാര്യം നോക്കി നോക്ക്. കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതില്ല നിനക്ക്. അവൾക്ക് വേണ്ടിയെങ്കിലും വലത് കഴിക്കുന്നീ. നന്നേ താഴ്ന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. എന്നെ വിട്, മാറി, എനിക്ക് പോണം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കയ്യിൽ നിന്ന് കുതറി. ദേഷ്യവും വഴക്കൊക്കെ കാണിച്ചു നീ. വെറുത്തോ എന്നെ? അതൊക്കെ എനിക്ക് കിട്ടേണ്ടതാ. പക്ഷേ നീ നിന്നിങ്ങനെ വേദനിപ്പിക്കുന്നത് അത് മാത്രം എനിക്ക് സഹിക്കില്ലടി. അത് പറയുമ്പോൾ എവിടേക്കോ അവന്റെ സ്വരമിട്ടില്ല. നീ ഒന്നും തന്നെ മിണ്ടിയില്ല. അങ്ങനെ നിന്നു. പ്ലീസ് ഇവ. അവൻ വീണ്ടും പയ്യെ അപേക്ഷിച്ചതും അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഇതിലും താഴ്ന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ ഉച്ചത്തിൽ വേദനിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് എന്നെ കേൾക്കണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് വൈകിപ്പോയി. നിങ്ങളെ കേൾക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല. അപ്പോ നിങ്ങൾക്കില്ലാത്ത ഒരു വേദനയും ഇപ്പൊ എന്നോട് കാണിക്കണമെന്നില്ല. കണ്ണുകൾ ചുവപ്പിച്ച് അവനെ നോക്കി പറയുമ്പോൾ വാക്കുകൾ ഇടാതിരിക്കാൻ അവൾ നന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് വെറുത്തു പോയ പെണ്ണെ എന്നെ? ആൽഫ് വേദനയോട് ചോദിച്ചു. നീ അതിനുത്തരമായി അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി എങ്ങോട്ടൊക്കെ നോക്കി. ആൽഫിയുടെ ചൊടിയിൽ ഒരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു. എനിക്കറിയാം ഇവ, പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. നിന്റെ വേദനയ്ക്ക് അത്രയും ഞാൻ അനുഭവിച്ചിട്ടില്ലെന്നും അറിയാം. അതുകൊണ്ട് തന്നെ നിനക്കിനോടുള്ള ദേഷ്യം ന്യായമാണ്. അതെനിക്ക് മനസ്സിലാവും. പക്ഷേ നിനക്കൊരിക്കലും എന്നെ വെറുക്കാനാവില്ലെന്ന് എനിക്ക് അറിയാൻ പണ്ടേ. കാരണം ഈ ലോകത്തെ എന്നെ മറ്റാരിലും കൂടുതൽ സ്നേഹിച്ചത് നീയാടി. അതുകൊണ്ട് എൻ്റെ കൊച്ചിന് വേണ്ടി ഈ ഇച്ഛായം കാത്തിരുന്നോളാം. കണ്ണുകൾ നിറച്ച് പുഞ്ചിരിയോട് അവൻ പറഞ്ഞതും എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട. എന്നെ ഇപ്പോഴൊന്ന് വിട്ടാ മതി. അവളൊന്ന് കടുപ്പിച്ച് പറഞ്ഞു. എന്നാൽ അവളുടെ രുചിയുള്ള ശബ്ദത്തിൽ നിന്നും അവളുടെ ഉള്ളിലെ അകൽച്ചയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായെന്ന് അവൻ മനസ്സിലായിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ അവൻ പതി അവളുടെ അരയിലെ ചുറ്റി വിരിഞ്ഞ തന്റെ കൈകൾ മാറ്റി അവളിൽ നിന്നും അകന്നു നിന്നു. മേ പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ ചിനുക്കം കരുതും മാൽഫി ഓടിച്ചെന്ന് അവളെടുത്ത് തോളിലിട്ടു. അപ്പേ? കുഞ്ഞിപ്പെണ്ണ് പതിയെ ഉറക്കത്തിൽ വിളിച്ചതും അവൻ കുഞ്ഞിനെ പയ്യെ തട്ടിക്കൊടുത്തു. ആദ്യ ഉറക്കമാണ് പെണ്ണ്. പിന്നെ അവളെയും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നീ ഒരു നിമിഷം അത് നോക്കിയിട്ട് നേരെ ഡൈനിങ് ടേബിളിലെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കി. ശരിക്കും നല്ലതുപോലെ ക്ഷീണിച്ചിരുന്നു നീയാക്കും. ഇന്നലെ രാവിലെ എന്തോ കഴിച്ചതാണ്. പിന്നീട് ഈ നേരം വരെ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് പാല് കൊടുക്കേണ്ടതാണ്. വയ്യാതിരിക്കുന്നത് കൊണ്ട് വേറെ ഫുഡ് കഴിക്കാൻ പെണ്ണും മടിക്കും. അതോർത്തത് നീ ഒന്ന് ദീർഘശ്വാസം വിട്ട് നേരെ ഡൈനിങ് മേശയ്ക്ക് അരികെ പോയിരുന്ന് ആ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് കണ്ടത് മാൽവിക്ക് സന്തോഷമായി. അവളുടെ കണ്ണിലെ ക്ഷീണവും ശരീരത്തിന്റെ തളർച്ചയും ആൽഫി കാണുന്നുണ്ടായിരുന്നു. അതാണ് രാവിലെ തന്നെ ക്യാനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയത്. താൻ വാങ്ങിക്കൊണ്ടുവന്നത് അവൾ കഴിക്കില്ലെന്നും തന്നോട് വഴക്കിടുമെന്നുമെല്ലാം അവൻ ഊഹിച്ചിരുന്നു. അവളുടെ വാക്കുകളിൽ വേദന എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇനിയും അവളിൽ അകലാൻ അവൻ തയ്യാറായിരുന്നില്ല. നീ ഇതെങ്ങോട്ടാ ലിയോൺ? ബാഗിലേക്ക് ഡ്രസ്സ് എടുത്ത് വെക്കുന്ന ലിയോണിനെ കാണെ എബി തിരക്കി. ലിയോണിനെ തിരക്കി അവന്റെ വില്ലയിലെത്തിയതാണ് എബി. ഞാൻ ചെന്നൈ വരെ പോകുക എബി. ചെന്നൈക്കോ? എന്താ പെട്ടെന്ന്? നീ അവിടെ ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയ എബി. അതാ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നേ. എന്താടാ പറഞ്ഞേ? ലിയോണിന്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ എബി അവന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. നീ അറിഞ്ഞോ അവൾ എവിടെയായിരുന്നു? അത് കറക്റ്റായിട്ട് അറിയില്ലടാ. പക്ഷെ കണ്ടുപിടിക്കും ഞാൻ അവളെ. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും തിരികെ കൊണ്ടുവരും ഞാൻ അവളെ. ഇല്ലെങ്കിൽ എൻ്റെ മമ്മി പോലും പൊറുക്കില്ലടാ എന്നോട്. നീ വിഷമിക്കാത്തടാ. അവൾ ഉടനെ നീ കണ്ടുപിടിക്കുകയും ചെയ്യും. നീയെ നിനക്കൊപ്പം തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും. ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോഴല്ലേ നീ സത്യങ്ങളൊക്കെ അറിയുന്നത്. ഇനിയും അവൾ നിന്നിൽ നിന്ന് മാറി നിൽക്കില്ലടാ. ഷുവർ. കണ്ണുകൾ നിറച്ച് ലിയോൺ പറഞ്ഞത് കേട്ട് എബി അവന്റെ തോളിൽ ഒന്ന് ഇറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലിയോൺ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ പിന്നെ എബി, ഞാൻ ഹൈദരാബാദിലൊരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയാണ് പോകുന്നതെന്നാ ഓഫീസിലും മറ്റും പറഞ്ഞിരിക്കുന്നത്. നിന്നോട് മാത്രമേ ചെന്നൈയിൽ പോകുന്നു പറഞ്ഞിട്ടുള്ളൂ. സോ ഈ കാര്യം ഒരിക്കലും നിന്റെ അപ്പൻ അറിയരുത്. അതല്ലേ പറയാൻ പോകുന്നേ. അത് ഞാൻ ഏറ്റു. കൊച്ചപ്പൻ എന്തായാലും നിന്റെ പോക്ക് അറിയില്ല. പോരെ? ലിയോൺ പറഞ്ഞ് മുഴിക്കും മുമ്പേ എബി അവന് ഉറപ്പ് നൽകി. എന്നാ ശരിടാ, ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കേടാ, സേഫായിട്ട് പോ. അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് എബി യാത്ര പറഞ്ഞതും ലിയോൺ തന്റെ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറി ഡ്രൈവറോട് വണ്ടി എയർപോർട്ടിലേക്ക് എടുക്കാൻ പറഞ്ഞു. ശിവ ഹോസ്പിറ്റൽ റൂമിന്റെ ഡോറ് തുറക്കുമ്പോഴേ അകത്തേന്ന് കുഞ്ഞിപ്പണ്ണിന്റെ കുടുകുടികളുടെ ചിരി അവന് കേൾക്കാമായിരുന്നു. അവനകത്തേക്ക് വന്നതും കണ്ടു കസേരയിലിരിക്കുന്ന ആൽഫിയുടെ മടിയിലിരുന്ന് കളിക്കുന്ന കുഞ്ഞിയെ. നീ ബെഡിന്റെ വിരിയൊക്കെ ശരിയാക്കുകയാണ്. ആഹാ,
അപ്പനും മോളും ഇങ്ങനെ ഇരുന്ന് ചിരിക്കുവാണോ? ആ ഡോക്ടറെ ഞാനിപ്പോൾ കയറി വന്നത് കണ്ടാലേ ഇങ്ങനെ ഉറക്കെ ചിരിക്കുന്ന കുറുമ്പിക്ക് നല്ല സെറിഞ്ച് വെച്ചൊരു കൂത്തു തരും. ശിവ തന്റെ കൈ പിറകിലേക്ക് വെച്ച് മുന്നോട്ട് വന്ന് പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണും മാൽവിയും ഒരുമിച്ച് അവനെ നോക്കി. ശിവയുടെ ഒച്ച കേട്ടപ്പോ നീയുടെ നോട്ടവും അങ്ങോട്ടേക്കായി. ആഞ്ഞു പപ്പേ, മോനെ കുറ്റി വെക്കുവോ? കുഞ്ഞിപ്പെണ്ണ് ചുണ്ടുമലർത്തി ആൽഫിയോട് ചോദിച്ചു. ഇല്ലട പൊന്നെ, എന്റെ മുതലേ ആരും കുത്തിവെക്കില്ല കേട്ടോ. അവൻ അവളുടെ കവളിലൊന്ന് തഴുകി പറഞ്ഞതും കുഞ്ഞ് വീണ്ടും ചിരിച്ചു. എന്നാൽ പെട്ടെന്ന് അവൾ ശിവക്ക് നേരെ നോക്കി. നീ എന്തിനാ ഞങ്ങളുടെ മുരീവഞ്ഞ് ഇത് മോല് മൊയ്യ മോല് പാപ്പയും മാമയും മാബിര് നീ ഇവനിപ്പോ? ചുണ്ടു കൂർപ്പിച്ച് ശിവയെ നോക്കി ദേഷ്യത്തിൽ കുഞ്ഞിപ്പണ പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ തള്ളിപ്പോയി. ഒയ്യന്റെ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞ മുതേ. എന്റെ ചക്കര മുള തൊടാനേ ഈ ശിവചാൻ ആരെങ്കിലും സമ്മതിപ്പിക്കുവോ? അച്ഛന്റെ കാണാനല്ലടാ നീ. ഞാൻ എന്റെ പൊന്നിനൊന്ന് കാണാൻ വന്നതല്ലേ. ശിവ വേഗം അവൾക്ക് മുന്നിൽ വന്ന് മുട്ടുകുത്തി എന്ന് പറഞ്ഞു. ആയ പിജി? ശിവയെ ചൂണ്ടി കുഞ്ഞിപ്പെണ്ണ് മുഖം ഉയർത്തി ആൽഫിയോട് ചോദിച്ചു. പൊന്നിന്റെ ശിവച്ചനാടാ ഇത്? ആനോ? ആ, എന്റെ മുത്തനെ കാണാൻ വേണ്ടി വന്നതാ ശിവച്ചൻ. ആൽഫി പറഞ്ഞത് കൊടുത്തതും അവൾ അവനെ നോക്കി ചിരിച്ചു. മോടെ ശിവച്ചൻ ഞാനോ? മോലെ കാഞ്ഞ മഞ്ഞാഞ്ഞോ? അവള് കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ടതും ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. ആടമുത്തേ, ഞങ്ങൾ അറിയാണ്ട് പോയ ഞങ്ങളുടെ മുത്തുമോളെ കാണാൻ വന്നതാ ശിവച്ചൻ. കുഞ്ഞിന്റെ കവളിലൊന്ന് തഴുകി ശിവ അത് പറഞ്ഞതും നീയും നിറകണ്ണുകളിൽ വേദനയോടത് കേട്ടു നിന്നു. മോൾക്കു വവ്വ കണ്ടോ മോലെ തായ മൂഞ്ഞി ചോയഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് തന്നെ തലയിൽ തൊട്ട് ചുണ്ടുമലർത്തി അവനോട് പറഞ്ഞു. ഇതാണിപ്പോ കുറുമ്പിയുടെ മെയിൻ പരിപാടി. നേരത്തെ മരുന്ന് കൊടുക്കാൻ ഒരു നേഴ്സ് വന്നപ്പോഴും ഇതുപോലെ തലയിൽ പിടിച്ച് വാവോ എന്ന് പറഞ്ഞ് അവൻ ചൂണ്ടിക്കാണിച്ചു. ആണോ? എന്റെ പൊന്നിന്റെ ബാബാവ് മാറാനേ ശിവച്ചനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കുറിപ്പിക്ക് കാണാത്. അവൻ കുഞ്ഞു ചോദിക്കുമ്പോൾ ഒന്ന് കൊഞ്ചി ചോദിച്ചതും കുഞ്ഞിപ്പണ്ണ് വേണമെന്ന് തലയാട്ടി. ശിവ തന്റെ പിറകിൽ ഒളിപ്പിച്ചിരുന്ന സാധനം കുഞ്ഞിന്റെ മുൻപിലേക്ക് നീട്ടി. ഒരു വലിയ ടെലിബിയർ വാവയായിരുന്നത്. കുഞ്ഞിപ്പണ്ണി ഇരു കൈകളും വിടത്തി ആ വാവയെ കെട്ടിപ്പിടിച്ചു. അവളെക്കാളും വലിപ്പുണ്ടായെന്ന് കണ്ടു ഓളിന്. ഇഷ്ടായോ എന്റെ പൊന്നിന്? ഇച്ചായി. ആ പാവക്കുട്ടിയെ തന്റെ കുഞ്ഞിക്കൈയിൽ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞിപ്പണ്ണ് ശിവയോട് പറഞ്ഞു. എന്നാലേ ശിവച്ചനൊരു ഉമ്മതടാ. തന്റെ കവളിൽ വിരൽ കൊണ്ട് തോണ്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് നേരെ നീട്ടി അവൻ ചോദിച്ചതും കുഞ്ഞി ആൽഫിയെ ഒന്ന് നോക്കി. കൊടുക്കടാ. അവൻ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് ആൽഫിയുടെ മടിയിലിരുന്നു കൊണ്ട് തന്നെ ഒന്ന് തല നീട്ടി ശിവയുടെ കവളിൽ ഉമ്മ വെച്ചു. മോൾ ഉമ്മ വെച്ചതും ശിവ അവളുടെ കുഞ്ഞുമുഖം തന്നെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവൾക്ക് മാറി മാറി ഉമ്മ കൊടുത്തു. അത് കാണാൻ ആൽഫിയുടെയും നീയുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ കുറെ നേരം ശിവയുടെയും കുഞ്ഞിപ്പെണ്ണിന്റെയും വർത്താനമായിരുന്നു. കൂടെ ആൽഫിയും. ഇടയ്ക്ക് ശിവ കുഞ്ഞിപ്പെണ്ണിനെ ആൽഫിയുടെ കയ്യിലെടുത്തു. ഒരു നിമിഷം കുഞ്ഞ് ആൽഫിയുടെ നെഞ്ചിൽ തന്നെ പതുങ്ങി കിടന്ന് ശിവയുടെ കയ്യിലേക്ക് പോകാൻ മടി കാണിച്ചെങ്കിലും ആൽഫി അവൾക്ക് വീണ്ടും വീണ്ടും ശിവയെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ ശിവയുടെ കയ്യിലേക്ക് ചാടി. ശിവ കണ്ണും മനസ്സും നിറച്ച് കുഞ്ഞിപ്പെണ്ണിനെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞിയെ പൊണന്ന് പിടിച്ചുകൊണ്ട് ശിവ നേരെ നോക്കിയത് നീയുടെ നേരിയാണ്. കണ്ണുകൾ നിറച്ച് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ശിവയുടെ മുഖം തിരിഞ്ഞു. തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി അവൻ വീണ്ടും അവളെ ദേഷ്യത്തോടെ നോക്കി. ശിവയുടെ മുഖത്ത് ദേഷ്യത്തിന്റെ കാരണം മനസ്സിലായ നീയുടെ മുഖം കുനിഞ്ഞുപോയി. പ്രൈവറ്റ് ടാക്സിയിൽ എയർപോർട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ലിയോൺ. ഉള്ളിലെ സന്തോഷത്തിനോടൊപ്പം തന്നെ മനസ്സ് വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു അവന്റെ. അഹാനയിൽ നിന്നാണ് നീ ചെന്നൈയിലുള്ള കാര്യം പറഞ്ഞത്. അവളോട് ഒരുപാട് തവണ ചോദിച്ചിട്ടാണ് അവൾ പറഞ്ഞു തന്നത്. അപ്പോഴേ പറഞ്ഞു വേറെ ആരോടും പറയരുതെന്ന്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള യാത്ര തീരുമാനിച്ചത്. ഇറങ്ങി പുറപ്പെടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവൾ വേഗം കണ്ടുപിടിക്കാന്ന്. എന്നാൽ ലബിയോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു പേടി. അവളെ കിട്ടിക്കഴിയുമ്പോൾ അപ്പന്റെ പ്രതികരണം എന്താവും ഓർത്ത്. എന്തോ ആവട്ടെ, ഇനി എന്തായാലും ദൂരേക്ക് മാറ്റി നിർത്തില്ല ഞാൻ എൻ്റെ കൊച്ചിനെ. ലിയോണൊന്ന് ദീർഘനിശ്വാസത്തോടെ ഓർത്തു. ചേട്ടാ, കുറച്ച് സ്പീഡിൽ പോകുമോ? ഫ്ലൈറ്റിന് സമയമായി. ഡ്രൈവറോടൊന്ന് പറഞ്ഞ് ലിയോൺ സീറ്റിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അതാരാണെന്ന് നോക്കി അവൻ ആ കോളിനെടുത്തു. ആ അനു, പറയണോ? ലിയോൺ പുറപ്പെട്ടോന്ന് അറിയാൻ വിളിച്ചതാ ഞാൻ. ആണോ? ഇറങ്ങി എയർപോർട്ട് റോഡിലേക്ക് കയറി. എത്താറായി. പിന്നെ ഈ യാത്രയെപ്പറ്റി ആർക്കും അറിയില്ലല്ലോ അല്ലേ? അനുവിന് ടെൻഷനായിരുന്നു. ഏയ് ഇല്ലടോ, ഞാൻ ചെന്നൈക്ക് പോകുന്ന കാര്യം എബിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഇനി ആരെങ്കിലും തിരക്കിയാലും അവനത് മാനേജ് ചെയ്തോളൂ. ലിയോണ് പറഞ്ഞത് കേട്ട് അനു വെറുതെ ഒന്നും മൂടി. ആ, താൻ വിഷമിക്കേണ്ടടോ. എനിക്ക് ഉറപ്പുണ്ട് അവളെ തന്നെ ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്നു. എനിക്ക് കാണേണ്ടതും അവരെ രണ്ടാളെയും ഒന്നിച്ചാ.
അതിനു വേണ്ടി തന്നെയാണ് എൻ്റെ ഈ പോക്ക്. അവളുടെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞതുപോലെ അവൻ പറഞ്ഞതും ആനു ഒന്ന് ചിരിച്ചു. ആൽവിയും ശിവയും ചെന്നൈക്ക് പോയ കാര്യം ആന അവനോട് പറഞ്ഞിരുന്നു. എന്നാ ശരി, ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടേ തന്നെ വിളിക്കാടോ. ഓക്കെ ലിയോൺ, സേഫായിട്ട് പോയിട്ട്. ആന ലിയോണിനോട് പറഞ്ഞ് തീരും മുമ്പേ വലിയൊരു ശബ്ദവും ലിയോണിന്റെ അലർച്ചയും അവൾ കേട്ടു. ഹലോ ഹലോ ലിയോൺ, ഹലോ. ആനു പരിഭ്രമത്തോടെ ഫോണിലൂടെ വിളിച്ചു. എന്നാൽ മറുതലക്കിൽ ആ കോള് കട്ടായിരുന്നു. ഈശോയെ, എന്തോ സംഭവിച്ചല്ലോ, എന്നതായിരിക്കും? കട്ടായ ഫോണിലൊന്ന് നോക്കി അവൾ നെഞ്ചിൽ കൈവച്ച് ഓർത്തു. അതേസമയം ലിയോൺ സഞ്ചരിച്ച കാറിന്റെ ഫ്രണ്ടിലേക്ക് ഓപ്പോസിറ്റിൽ വന്ന ട്രാക്ക് ഇടിച്ച് കയറി. ഇടിയുടെ ആഘാതത്തിൽ കാറൊന്നും മലക്കം മറിഞ്ഞതും പുറകുവശത്തെ ഡോർ തുറന്ന് ലിയോൺ വെളിയിലേക്ക് തെറിച്ചു വീണു. ആ ട്രക്ക് ഒന്ന് റിവേഴ്സ് എടുത്ത് വീണ്ടും ആ കാറിലേക്ക് ഇടിച്ച് കയറി. അവിടെ കുറച്ച് മാറി വീണ് കിടന്ന ലിയോൺ ബോധം മറയും മുമ്പ് ആ കാഴ്ച കണ്ടിരുന്നു.